ദാ നോക്കൂ, യുകെയിലും കണിക്കൊന്നകൾ പൂത്തുലയുന്നു. മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ കൊന്നപ്പൂക്കൾ. വളരെ യാദൃച്ഛികമായാണ് ഇതെന്റെ കണ്ണിലുടക്കിയത്. ജോലിയും തിരക്കും വിട്ടൊഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സമീപത്തെ പാർക്കിൽ കുലകുലയായി താഴേക്ക് തൂങ്ങി മഞ്ഞ വസന്തം. നമ്മുടെ നാട്ടിലെ കൊന്നപ്പൂക്കളോളം വലുപ്പമില്ലാത്ത പൂക്കളാണ്. യൂറോപ്പിലും ശീതോഷ്ണ മേഖലയിലും കാണുന്ന ഈ പൂക്കളെ ലാബേർണം എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ കണിക്കൊന്നയെ സായിപ്പുമാർ ഇന്ത്യൻ ലാബേർണം എന്നാണല്ലോ വിളിച്ചിരുന്നത്. യൂറോപ്യൻ മലയാളികൾ വിഷുക്കണി കാണുവാൻ ഈ പൂക്കൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലേതുപോലെ പൊതുസ്ഥലത്ത് നിൽക്കുന്ന പൂക്കൾ ഒടിച്ചാൽ അഴി എണ്ണേണ്ടി വരും. അതിനാൽ ഞാൻ അതിന് മുതിരുന്നില്ല. ഒരേ കുടുംബത്തിലെ ഈ രണ്ട് പൂക്കളിലും സൂര്യന്റെ മങ്ങിയ സ്വർണപ്രകാശം പതിക്കുമ്പോൾ കാണാൻ നല്ല ചന്തമുണ്ട്. തൊട്ടടുത്ത ചുവന്ന ഇലകളോട് കൂടിയ കോപ്പർ ബീച്ചും കൂടി ചേരുമ്പോൾ ഈ കാഴ്ചയ്ക്ക് കൂടുതൽ മിഴിവേകുന്നു. ഏപ്രിൽ മാസത്തിൽ രണ്ട് വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ വിരിയുന്ന ഈ മഞ്ഞപ്പൂക്കൾ പ്രകൃതിയുടെ അത്ഭുതകരമായ സാമ്യത്തെക്കുറിച്ചുള്ള ഒരു നിശബ്ദ കഥ പോലെ തോന്നുന്നു. കേരളത്തിൽ വിഷുവിന്റെ ആഘോഷങ്ങൾക്കൊപ്പം കണിക്കൊന്ന പൂത്തുലയുമ്പോൾ യൂറോപ്പിൽ വസന്തത്തിന്റെ വരവിനെ ലാബേർണവും അതിന്റെ മുഴുവൻ ഭംഗിയോടെ വിരിയിക്കുന്നു. ദേശാന്തരങ്ങൾക്കിപ്പുറവും പ്രകൃതിയുടെ ഭാഷ ഈ മഞ്ഞപ്പൂക്കളുടെ താഴെ നിൽക്കുമ്പോൾ മനസ്സ് ഒരു നിമിഷം നാട്ടിലേക്ക് സഞ്ചരിക്കുന്നു. വിഷുക്കാലത്തെ പ്രഭാതങ്ങൾ, കണിക്കൊന്ന പൂക്കളുടെ സുഗന്ധം, മേടമാസത്തിലെ പൂരവും പത്താമുദിവും പെരുന്നാളുകളും എല്ലാം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. ജീവിതം നമ്മെ എത്ര ദൂരെ കൊണ്ടുപോയാലും ചില കാഴ്ചകളും നിറങ്ങളും സുഗന്ധങ്ങളും നമ്മെ നമ്മുടെ വേരുകളുമായി വീണ്ടും ബന്ധിപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.